ഒരു കടയ്ക്ക് തീപിടിച്ചിട്ടുണ്ട്. ഇടുക്കി ആനച്ചാലിൽ ഫർണിച്ചർ കടയ്ക്കാണ് തീപിടിച്ചത്. കട പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് വിവരം. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത്? നഷ്ടക്കണക്കൊക്കെ വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. രാവിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണുള്ളത്. ഇത് മൂന്നാറിന്റെ കവാടമായ ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന ഒരു മോഡേൺ ഫർണിച്ചർ മാർട്ട് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. വലിയ ഒരു സ്ഥാപനമാണ്. അത് ഫർണിച്ചർ സ്ഥാപനമായതുകൊണ്ട് തന്നെ തീപിടുത്തം വലിയ തോതിൽ ആണ്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. കട ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് മാത്രമാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയൊക്കെ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റും ഉള്ളതാണ്. പക്ഷേ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തീ പടർന്നിട്ടില്ല എന്നത് ആശ്വാസകരമായി. പക്ഷേ ആ കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ മോഡേൺ ഫർണിച്ചർ മാർട്ട് എന്നൊരു സ്ഥാപനമാണ്. അത് ഒരു ഫർണിച്ചർ കടയാണ്. അത് ആനച്ചാൽ ടൗണിൽ തന്നെയുള്ളൊരു കടയാണ്. അത് തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ വ്യാപിക്കാതെ ഈ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ വന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് മറ്റ് അപകടങ്ങൾ ഉണ്ടാകാത്തത് എന്നുള്ളതാണ് നമുക്ക് ആൽവിൻ. ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണോ തന്നെയാണ് കരുതുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം കൂടുതൽ പരിശോധനകൾ നടത്തിയ ശേഷമേ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാണ് അറിയുന്നത്. മൂന്നാർ, ഇടുക്കി, അടിമാലി ഈ 3 ഇടങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ 4 യൂണിറ്റുകളോളം എത്തിയാണ് തീ ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. മറ്റ് വ്യാപാര സ്ഥാനങ്ങളിലേക്ക് ഇത് തീ പടർന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. മറ്റ് അപകടങ്ങളില്ല എന്നതും ആശ്വാസകരമാണ്. പ്രാഥമികമായി ഇത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നൽകുന്ന വിവരം. ശരി. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.